വേപ്പില ഉപയോഗിക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ശക്തിയിൽ വേപ്പിൻ്റെ തൈ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വേപ്പ് വെട്ടി കണ്ടോ. ഇതൊരു 30 കൊല്ലം പഴക്കമുണ്ട് വേപ്പ്. അതിൻ്റെ പഴക്കം എനിക്കറിയില്ല, ഞാൻ ഈ വീട്ടിൽ വന്ന സമയത്തുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും പറയും ഇത് വെട്ടണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഉണങ്ങിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും പറയണത്. കണ്ടോ, ഇത് വെട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നിറയെ ഇത്തൽക്കണ്ണിയായിരുന്നു. ഇത് ഉണങ്ങി കണ്ടോ, ഇത്തൽക്കണ്ണി. ഇങ്ങനെ ഇത്തൽക്കണ്ണി വന്നാൽ പിന്നെ ഈ ഇലവലും ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല ഇത് അത്ര ഹൈറ്റില്ല, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേപ്പില കിട്ടില്ല. അപ്പോൾ നമ്മൾ വേപ്പ് വളർത്തണത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഫ്രഷായിട്ട് ഞാൻ കറി അടപ്പത്ത് അല്ലെങ്കിൽ കാച്ചാനൊക്കെ വെച്ചിട്ടാണ് വേപ്പില വന്ന് പൊട്ടിക്കുക. അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു മാസമായിട്ടുള്ളൂ. മഴക്കാലമൊക്കെ കഴിഞ്ഞ് ജനുവരി 1 നമ്മൾ തന്നെയാണ് വെട്ടിയത്. അപ്പോൾ വെട്ടിയിട്ട് ഞാൻ ക്യാപ്പ് ഒന്നും ഇട്ടില്ല. എന്താണെന്ന് വെച്ചാൽ മഴക്കാലമല്ലല്ലോ. മഴക്കാലമാകുമ്പോൾ ഇപ്പോൾ വെള്ളം ഇറങ്ങണ പ്രശ്നം വരും. ചിലരൊക്കെ പറഞ്ഞു ഇത് നാശമാവുന്നു. പക്ഷെ നമ്മളൊരു പരീക്ഷണം കൂടിയായിട്ട് അത് ക്യാപ്പ് ഇട്ടില്ലേ. കണ്ടോ, ഇത്രയുമേ വന്നു. എല്ലാവർക്കും ഡൗട്ടായിരുന്നു ഇത് പൊടിക്കുമോ എന്നുള്ളത്. മഴക്കാലമല്ലാത്ത കാരണം നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ കട നനച്ച് കൊടുക്കും. കണ്ട, അതുകൊണ്ട് ഇതേ ഈ ഇലയൊക്കെ നല്ല ശക്തിയിലേക്ക് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓടി വന്നിട്ട് നമ്മുടെ നാടൻ വേപ്പ നല്ല സ്മെല്ല് അതിന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് പൊട്ടിക്കാറായിട്ടില്ല, കാരണം ഒരു ശക്തി വരേണ്ടത് കുഞ്ഞല്ലേ ഇവർ. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളുടെ എങ്ങനെയൊക്കെ നടാം, അതിനെങ്ങനെ പരിപാലിക്കാം, അതിൻ്റെ വളപ്രയോഗം, അതിനെങ്ങനെയൊക്കെ നമുക്ക് ജൈവ അണുക്കളെ കൊണ്ട് നിയന്ത്രിക്കാം. അതായത് നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ, വേപ്പില, പച്ചമുളക്, നമുക്ക് ദിവസം അത്യാവശ്യമുള്ള പച്ചക്കറികളാണ് നമ്മൾ കൂടുതലും നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗപ്രദമായ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ വേപ്പിൻ്റെ ഇലയ്ക്ക് ഇപ്പോൾ ഒരു കേടുമില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളതിനെ മരുന്നടിക്കുമ്പോൾ ഒപ്പം ഇതിനും അടിക്കും. ഇപ്പോൾ വരും പുഴു, ഇത് നോക്കിയിട്ട് നിൽക്കുന്നുണ്ടാവുക പുഴു. ഇതൊക്കെ നമുക്ക് തനിയെ മുളയ്ക്കണ വേപ്പ. അപ്പോൾ നമുക്ക് വലിയൊരു വേപ്പുള്ള കാരണമാണോ എന്ന് അറിയില്ല. പറമ്പിലൊക്കെ നമ്മുടെ വേപ്പിൻ്റെ തൈ മുളയ്ക്കുന്നത് നോക്കിയേ കണ്ട. കിളിയിട്ട കാരണമാണ് ഇതിങ്ങനെ ഈ മതിലിൻ്റെ അരിക്കിൽ വന്നിട്ട് മുളച്ചത്. ഞാൻ കളഞ്ഞില്ല. അപ്പോൾ ഇത് നമുക്ക് അത്ര ഉപയോഗമൊന്നുമില്ല. എന്ന് വെച്ചാൽ അത്ര നന്നായിട്ട് നോക്കേണ്ട കാര്യമില്ല. നമുക്കിത് ഇഷ്ടമാതിരി പറമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എന്താ ചെയ്യുക, ഇതുപോലെ കൊമ്പുകൾ ഒടിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോഴാണ് ഫ്രഷ് ഇല ഇതിന് വരുള്ളൂ. കണ്ട, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ കൊമ്പ് ഒടിക്കും. അപ്പോൾ പുതിയ ഇല വരും. അല്ലാണ്ട് ഇല പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുക, ഈരയ്ക്കാന്ന് പറയും ഞങ്ങൾ. ഇങ്ങനെ നീണ്ട് പോവും. ഇപ്പോൾ അതിൻ്റെ തൈക്കൾ നോക്കി കണ്ട, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, തനിയെ മുളയ്ക്കണതിന് പ്രതിരോധശേഷി കൂടും. നമ്മൾ നട്ട് മുളയ്ക്കുമ്പോഴാണ് രോഗങ്ങൾ കൂടുക. പിന്നെ ഞാൻ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു തൈയൊക്കെ ഉള്ളവർക്ക് നന്നായി നോക്കണമല്ലോ. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മോര് പാത്രം കഴുകണത് നന്നായിട്ട്, ഇപ്പോൾ ഒരു ഗ്ലാസ് മോരും വെള്ളം നമ്മൾ കഴുകിയതാണെങ്കിൽ അതൊരു 3 ഇരട്ടിയായിട്ട് ഒഴിക്കുക. അതുപോലെ പുളിച്ച കഞ്ഞാളാണെങ്കിൽ ഒരു 5-6 ഇരട്ടി വെള്ളം നന്നായി ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുക. അതുപോലെ നാരങ്ങ, അതിന് പുളിപ്പ് രസമാണ് ഇതിന് ഇങ്ങനത്തെ വേപ്പിനൊക്കെ നല്ലതാണ്. തെളിച്ച് കൊടുക്കുക. ഇതിനൊക്കെ ചിലയിടത്തൊക്കെ കാണാട്ടോ ഉണങ്ങി കുരുടിച്ച പോലെ ഇല വരാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വരാറില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നുള്ളണ കാരണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പച്ചക്കറികൾക്ക് സ്പ്രേ ചെയ്യണ പോലെ തന്നെ വേപ്പിന് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വേപ്പ് അത്യാവശ്യമാണ്, കാരണം അത്രയും വിഷം ഉള്ള വേപ്പും മുളകൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സെയിലിനായിട്ട് വരണത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഒന്നുകൂടിയും പറയുകയാണ്. ഓക്കെ കേട്ടോ.